നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2027 ഏകദിന ലോകകപ്പിനുള്ള ടീം ഒരുക്കങ്ങൾ BCCIയും സെലക്ടർമാരും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ കരിയറിലെ ഏറ്റവും നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിന് ഏകദിന ടീമിലേക്കുള്ള തിരിച്ചുവരവ് ഇനി അത്ര എളുപ്പമാകില്ല എന്ന സൂചനകളാണ് നിലവിലെ സാഹചര്യങ്ങൾ നൽകുന്നത്. ടീമിലെ മറ്റ് പ്രമുഖ വിക്കറ്റ് കീപ്പർമാരായ KL രാഹുൽ, ഇഷാൻ കിഷൻ എന്നിവരുടെ തകർപ്പൻ ഫോമും സ്ഥിരതയുമാണ് സഞ്ജുവിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തുന്നത്. ഇന്ത്യൻ ഏകദിന ടീമിലെ മിഡിൽ ഓർഡറിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ KL രാഹുൽ തന്റെ സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. അനുഭവ സമ്പത്തും ഏത് സാഹചര്യത്തിലും ബാറ്റ് ചെയ്യാനുള്ള കഴിവും രാഹുലിനെ സെലക്ടർമാരുടെ ഒന്നാം ചോയ്സാക്കി മാറ്റുന്നു. മറുഭാഗത്തെ യുവതാരം ഇഷാൻ കിഷൻ നിലവിൽ തകർപ്പൻ ഫോമിലാണ്. ഇടം കയ്യൻ ബാറ്റർ ആണെന്നതും ഓപ്പണിംഗിലും മിഡിൽ ഓർഡറിലും ഒരുപോലെ തിളങ്ങാൻ കഴിയുമെന്നതും ഇഷാൻ ടീമിൽ വലിയ മുൻഗണന നൽകുന്നുണ്ട്. ബാറ്റിംഗിലും വിക്കറ്റ് കീപ്പിംഗിലും ഇരുവരും നിലനിർത്തുന്ന ഈ മികച്ച ഫോം സഞ്ജു സാംസൺ ഇനി ഏകദിന ടീമിൽ ഇടം പിടിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ശക്തമാക്കുകയാണ്. അഫ്ഗാനെതിരെ നടക്കുന്ന പരമ്പര ലോകകപ്പിനുള്ള ഒരു റിഹേഴ്സൽ എന്ന നിലയിൽ നമുക്ക് കാണാം. ആദ്യ മത്സരത്തിൽ തകർപ്പൻ ജയം സ്വന്തമാക്കിയപ്പോൾ അവിടെ പ്രമുഖ താരങ്ങളെല്ലാം തിളങ്ങിയിരുന്നു. രണ്ടാം മത്സരത്തിലും ഇഷാനും ഗില്ലും ഒക്കെ കാഴ്ചവെച്ച തകർപ്പൻ പ്രകടനം അത് കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാനും സാധിക്കും. അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ സഞ്ജുവിന്റെ പേര് ചർച്ചയിൽ പോലും വരില്ല. മികച്ച പ്രതിഭയുണ്ടായിട്ടും സഞ്ജു സാംസണിന് ചിലപ്പോഴെങ്കിലും സ്ഥിരതക്കുറവ് ഒരു പ്രശ്നമാകുന്നുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ സഞ്ജു സാംസന്റെ പ്രകടനം അതിന് ഉദാഹരണമാണ്. കൂടാതെ ഋഷഭ് പന്ത്, ധ്രുവ് ജുറേൽ തുടങ്ങിയ മറ്റ് യുവ വിക്കറ്റ് കീപ്പർമാരും നിരയിലുണ്ടെന്നത് ടീം സെലക്ടർ കൂടുതൽ തന്നെ സങ്കീർണമാക്കുന്നു. ഇനി ആഭ്യന്തര ക്രിക്കറ്റിലടക്കം തുടർച്ചയായി സെഞ്ചുറികൾ നേടി സെലക്ടർമാർക്ക് പൂർണ്ണമായും അവഗണിക്കാൻ കഴിയാത്ത വിധം റൺസ് അടിച്ചുകൂട്ടിയാൽ മാത്രമേ സഞ്ജുവിന് വരാനിരിക്കുന്ന ലോകകപ്പ് സ്ക്വാഡിൽ ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായെങ്കിലും ഇടം നേടാൻ സാധിക്കുമെന്നും പറയുന്നു. ചുരുക്കത്തിൽ രാഹുലും ഇഷാനും നിലവിലെ ഫോം തുടർന്നാൽ സഞ്ജു സാംസൺ ഏകദിന ക്രിക്കറ്റിലെ കരിയർ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതൊരു വളരെയധികം കടുത്ത അഗ്നിപരീക്ഷ തന്നെയായിരിക്കും. മലയാളി താരത്തിന് ഇനി ഏകദിന ടീമിൽ സ്ഥാനം ലഭിക്കുമോ അതോ അല്ലെങ്കിൽ എടുത്തു പറയുന്നത് പോലെ T20 ഫോർമാറ്റിൽ മാത്രമായി താരം ഒതുങ്ങുമോ എന്നതും വരും മാസങ്ങളിലെ പ്രകടനങ്ങളെ ആശ്രയിച്ചിരിക്കും. ശ്രീലങ്കയിൽ നടക്കുന്ന ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിൽ വലിയ പ്രതീക്ഷകളോടെ ഇറങ്ങിയ ഇന്ത്യൻ ടീം ഫൈനൽ പോലും കാണാതെ പുറത്താകുമെന്ന ഭീതിയിലാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം തന്നെ മുഴുവനായി നിൽക്കുമ്പോഴും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഇതേ കാര്യം തന്നെയാണെന്ന് എടുത്തു പറയാം. ഓരോ പ്രാവശ്യം ഇത്തരത്തിലെ ചർച്ചകൾ മാറുന്നുണ്ട്. ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യുന്നത് ഇനി ആഭ്യന്തര ക്രിക്കറ്റിലടക്കം തുടർച്ചയായി സെഞ്ചുറികൾ നേടി സെലക്ടർമാർ തന്നെ ഇപ്പോൾ പൂർണ്ണമായി അവഗണിക്കാൻ കഴിയാത്ത വിധം റൺസ് അടിച്ചുകൂട്ടിയാൽ മാത്രമേ സഞ്ജുവിന് നിലനിൽക്കാൻ പറ്റുന്നുള്ളതാണ്. സഞ്ജുവിന് വരാനിരിക്കുന്ന ലോകകപ്പ് സ്ക്വാഡിൽ ഒരു ബാക്കപ്പ് കീപ്പറിന്റെ റോളെങ്കിലും ഇടം നേടണമെങ്കിൽ അത് മാത്രമേ മുന്നിലുള്ള വഴിയായുള്ളൂ. രാഹുലും ഇഷാനും നിലവിൽ ഫോം തുടർന്നാൽ സഞ്ജു സാംസന്റെ ഏകദിന ക്രിക്കറ്റിലെ കരിയർ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് കടുത്ത അഗ്നിപരീക്ഷ തന്നെയായിരിക്കുമെന്ന് എടുത്തു പറയാൻ സാധിക്കുന്നു.